നമസ്കാരം. അപ്പം ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ചലഞ്ച് തുടങ്ങിയിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ഇതുപോലുള്ള ചലഞ്ച് യൂട്യൂബിലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചലഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 28 ഡേയ്സ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് നന്ദി പരിശീലനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നന്ദി എന്ന് പറയുമ്പം നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദി പ്രകടിപ്പിച്ചാൽ ജഗദീശ്വരൻ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും. അപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടായിരിക്കും, അതെൻ്റെ വിഷൻ ബോർഡാണ് കേട്ടോ. ഇതിലൊരു പേപ്പർ മാത്രം എൻ്റെ ഓർഡറിൻ്റെ ഞാൻ അതിൽ ഒട്ടിച്ചേക്കുന്നതാണ്. ബാക്കി ഫുള്ള് നമ്മൾക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഈ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ഫ്രീ ക്ലാസ്സസ് എടുക്കും. വലിയ വലിയ ക്ലാസ്സുകളാണെങ്കിൽ പെയ്ഡ് എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എടുത്ത സമയത്ത് അവരെ കാണിക്കാനായിട്ട് ജസ്റ്റ് യെല്ലോ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് മീൻസ് ടേപ്പ് ഒട്ടിച്ച് പിന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒട്ടിക്കണമെന്നാണ്. ഞാൻ പിന്നെ അന്നേരം കിട്ടിയ എന്തൊക്കെയോ എടുത്തൊട്ടിച്ചു. അതിലാവശ്യമുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന് ഇത്തിരി നീളത്തിലുണ്ടത്, അപ്പം അപ്പുറത്തോട്ടുണ്ട്. അപ്പം നീളത്തിലാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പം അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഞാനപ്പോൾ അതിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ വേണ്ടത്? സ്വർണ്ണമാണോ കൂടുതൽ വേണ്ടത്? വീടാണോ വേണ്ടത്? കാറാണോ വേണ്ടത്? അതിനൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ മാന്ത്രിക വിദ്യ ഒന്നുമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ മാന്ത്രികത എന്ന് പറയുന്നത്. അപ്പം ഞാൻ 12 ഡേയ്സ് എന്തോ കഴിഞ്ഞു. ഇപ്പോൾ 13th ഡേ അല്ലെ 14th ഡേ ഞാൻ തോന്നുന്നു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ. എനിക്ക് തോന്നുന്നത് 14th ഡേ. അപ്പം ഓരോ ദിവസവും നമ്മൾ ഓരോ ഗ്രാറ്റിറ്റ്യൂഡ്സാണ് എഴുതിയത്. ആദ്യത്തെ ദിവസം നമ്മൾ എഴുതിയിട്ട് നമ്മൾക്കുള്ള 10 അനുഗ്രഹങ്ങൾക്ക്, നമ്മളുടെ 10 അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി എഴുതുക. ഈ 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതുമ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ആദ്യം ചിന്തിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ആൾക്കാരെ ചിന്തിക്കുക, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്? നമ്മൾ എല്ലാവരോടും താങ്ക് യു പറയാറുണ്ട്. ഈ താങ്ക് യു എന്ന് പറയുന്ന പദത്തിന് ഒരുപാട് മാന്ത്രിക ശക്തിയുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരാളോട് നന്ദി പറയുവാണെങ്കിൽ മാത്രം നമുക്ക് ആ ആള് വീണ്ടും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ചെയ്യാനൊരു മനസ്സുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവരാണെങ്കിൽ ആ ഒരു മനസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ 12 ദിവസം ഞാൻ വീഡിയോ ആയിട്ടല്ല ചെയ്തേക്കുന്നത്, ഞാൻ എഴുതിയിടുകയാണ്, പോസ്റ്റായിട്ടാണ് ഇട്ടിരുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര എഴുതിയിടാനൊരു സമയക്കുറവ് തോന്നിയപ്പോഴാണ്. ഇന്ന് കുറച്ച് വീഡിയോസ് അല്ലാത്ത എടുക്കേണ്ടിണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞു തന്നെ ഇടാം. അപ്പം നമ്മൾ ഇന്നലത്തെ ദിവസം നമ്മൾ